ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കില്ല എന്ന് അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെപ്പടി വിദ്യ കാണിച്ചിട്ട് വേണമല്ലോ ജയസാധ്യത ഉറപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് ഏറെ തന്നെയാണ് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ 1 ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ ആരോപണം പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് CPM. അടൂർ പ്രകാശിന്റെ പരാതി പരിശോധിച്ചപ്പോൾ 390 ഇരട്ട വോട്ടുകൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞതെന്നും ഇത് നേരത്തെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചവയാണെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായ സഞ്ജയ് കൗളാണ് ഇത് വ്യക്തമാക്കിയതെന്നും CPM സംസ്ഥാന സമിതി അംഗം അനാവൂർ നാഗപ്പൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മുൻകൂർ ജാമ്യമായിരുന്നു 1 ലക്ഷത്തിൽ കൂടുതൽ ഇരട്ട വോട്ടുകൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ചേർത്തിട്ടുണ്ട് എന്നത്. ഇത് രാഷ്ട്രീയ പ്രചരണമായി ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്ത തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ ഫിസിക്കൽ പരിശോധന നടത്തിയതോടെയാണ് ആരോപണം തെറ്റാണെന്ന് തെളിയുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തുടരെ ഉയർത്തിയും ജാതി കാർഡ് ഇറക്കിയും വസ്തുതാവിരുദ്ധമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചും ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാനാണ് ആറ്റിങ്ങലിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങലിൽ ഇത്തവണ ഇതൊന്നും വിലപ്പോകില്ല എന്നതാണ് വസ്തുതയും. MP എന്ന നിലയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടിയോ മണ്ഡലത്തിനു വേണ്ടിയോ ഒരു കാര്യവും ചെയ്യാത്ത ആളാണ് അടൂർ പ്രകാശ്. നിർണായകമായ സമയങ്ങളിൽ പാർലമെന്റിലും കേരളത്തിനെതിരായ നിലപാടുമായി BJPയെ സഹായിച്ച ആളാണ് ആറ്റിങ്ങലിലെ സിറ്റിംഗ് MP ആയ അടൂർ പ്രകാശ്. തങ്ങൾക്ക് പറ്റിയ ആ ഒരു കയ്യബദ്ധം തിരുത്താൻ ഒരുങ്ങുകയാണ് ആറ്റിങ്ങലിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തവണ മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ടിന് ശ്രമം നടത്തുന്നുണ്ടെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ ആരോപണം. കള്ളവോട്ട് ചെയ്യാതെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDFന് ജയിക്കാൻ ആകില്ല എന്നും മണ്ഡലത്തിൽ 1,70,000-ലധികം വ്യാജ വോട്ടുകൾ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും LDFനും UDFനെ ചതിയിലൂടെ മാത്രമേ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളെന്നും കള്ളവോട്ട് ചൂണ്ടിക്കാട്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടെന്നുമായിരുന്നു അടൂർ പ്രകാശിന്റെ വാദം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.